ഹർട്ട് ചെയ്യുന്ന ഒരു തനത് പ്രശ്നം വരാത്തത് കൊണ്ടാണ് അവർ ആ സമയത്ത് എളിമയോടെ വിനയത്തോടെയൊക്കെ പ്രവർത്തിക്കുന്നത്. അവരെ ബാധിക്കുന്ന ഒരു വിഷയം വന്നാൽ അതെങ്ങനെ വരുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പൊതുവെ എളിമയുള്ളവരാണ്, വിനയമുള്ളവരാണെന്നൊക്കെ പൊതുവെ പറയുന്നുണ്ടെങ്കിലും അതൊരു കോമൺ സബ്ജക്റ്റിൻ്റെ മേലായിരിക്കും. ഒരു പേഴ്സണൽ സബ്ജക്റ്റ് അവരെ ബാധിക്കുന്ന വിഷയത്തിൽ വരുമ്പോൾ അവിടെ കറക്റ്റ് നിറം പുറത്തു വരും. നമ്മൾ ഇന്ന് വരെ കണ്ടു, ഇപ്പോൾ ഇൻക്ലൂഡിങ് മൈസെൽഫ്. കാര്യം ആധ്യാത്മിക ജീവിതം ക്രിസ്തു നിറയുക എന്നുള്ള പ്രോസസ്സിൽ നമ്മൾ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു വിശുദ്ധനെ മാത്രം മാതൃകയാക്കിക്കൊണ്ട് ഒരു ആധ്യാത്മിക ജീവിതം കൈപിടിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആരെയൊക്കെ മാതൃകയാക്കിയാലും ക്രിസ്തുവിനെ മാതൃകയാക്കുന്നില്ലെങ്കിൽ നമുക്ക് പിഴക്കും. കാര്യം ക്രിസ്തുവിനെ മാതൃകയാക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത്, ഇപ്പോൾ ക്രിസ്തു നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത് നമ്മളുടെ ഒരു ബോഡിയുടെ, നമ്മളുടെ ഒരു നേച്ചറിൻ്റെയൊക്കെ പരാധീനതകളെ പരിഹരിക്കണമെങ്കിൽ ക്രിസ്തു പ്രവർത്തിക്കുകയാണെങ്കിൽ കൂടെ പരിശുദ്ധാത്മ പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾക്ക് ഉള്ള പിഴവുകളെ നമ്മളെ ബോധവൽക്കരിച്ചും പിന്നെ അത് പരിഹരിച്ചൊക്കെ പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഈ അഹംഭാവം ആദ്യമേ പൗലോസ് അഡ്രസ് ചെയ്ത പോലെ തന്നെ ഈശോയും അത് നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ഞങ്ങൾ പ്രയോജനരഹിതന്മാരായ ദാസന്മാരാണ്. ഇപ്പം ആൾക്കാരെല്ലാം ചെയ്യണത് എന്ത് വകുപ്പിലൊരു ക്ലെയിം ഒപ്പിക്കാവുന്നതാണ് ആൾക്കാർ നോക്കണത്. എന്ത് വകുപ്പിലേക്ക് ഒരു ക്ലെയിം ഒപ്പിക്കാം. ഇപ്പം ക്ലെയിമിൻ്റെ ഗ്രൗണ്ടുകളാണ് ആൾക്കാർ അന്വേഷിക്കുന്നത്. ദൈവ തിരുസന്നിധിയിൽ നമുക്ക് ക്ലെയിം ഉണ്ടെങ്കിലും നമ്മൾ ഡിസ്ക്ലെയിം ചെയ്യേണ്ടി വരും. ക്ലെയിം ഉണ്ടാകാം, പക്ഷേ നമ്മളത് ഹോൾഡ് ചെയ്ത് അതിങ്ങനെ ആ കാർഡ് കാണിച്ചാൽ കർത്താവ് പറയും എല്ലാം ദാനമല്ലെന്ന് ചോദിക്കും. 1 കൊരിന്ത്യർ 4:7. നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? അടിപൊളി. നിനക്ക് എന്ത്